അമ്മ ചെറുപ്പത്തിൽ ഇതും കൊണ്ട് കുറെ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കണ്ടാ കയറി കഴിക്കാം. കാരണം പിന്നെ എപ്പോഴാ ഒരു കട കിട്ടുക എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സ്ഥലമാണിത്. വാവ്, ഗ്രേറ്റ്, അടിപൊളി മാഷേ, അടിപൊളി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനാസ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം റീന. നമ്മളിതാ ഇങ്ങനെ താമസിക്കുന്ന ഹൊസൂർ എന്ന് പറഞ്ഞ TTDCയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇതാ ബീജാപൂർ വിട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ റോഡ് ട്രിപ്പ് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇറങ്ങി കാണുന്നതായിരിക്കും. അപ്പൊ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്, അതാണ് കേട്ടോ ഈ ഒച്ച കേൾക്കുന്നത്. സോ റെഡി അല്ലേ ഗായ്സ്? റെഡി അല്ലേ? ഇവിടെ കൊതുകാണ്, നല്ല കൊതുക് കയറിയിട്ടുണ്ട് കാറിന്റെ അകത്തേക്ക്. ഫുള്ള് കൈകൊട്ടിക്കളി തന്നെ. അമ്മ റെഡി അല്ലേ അമ്മ? സോ ലെറ്റ്സ് റോക്ക്, ലെറ്റ്സ് ഗോ. നമ്മൾ ഹൊസൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ പൂനെ വഴി ബാംഗ്ലൂർ ആ വഴി കയറി പോകും. എന്നിട്ട് അവിടെ നിന്ന് ചിത്രദുർഗ ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ഔറംഗാബാദ് റൂട്ടിൽ കയറും. ഓക്കെ, ഇപ്പൊ ഇന്ന് ബീജാപൂര് നമ്മൾ സ്റ്റേ. ബീജാപൂരാണ് ഇന്ന് സ്റ്റേ. അവിടെ 2 ദിവസം. ഇവിടെ കൊതുകാതെ ഈ വണ്ടി തുറന്നാണ് കൊതുക്. ഈ ഇങ്ങനത്തെ ടൗണിലുള്ള ഏറ്റവും വലിയ ഭയങ്കര കൊതുക്. ഞങ്ങള് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ബാംഗ്ലൂര് ഇവിടെ ഞങ്ങളോ ഇവിടെ കൈകൊട്ടിക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ. റെഡി? ഇപ്പൊ സമയം 6:30 മണിയായിട്ടോ. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്കും 6:30 ആയതുകൊണ്ട് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇത് ഹൊസൂർ ടൗൺ ആണോ അല്ലേ? നമ്മൾ ബാംഗ്ലൂർ ഓവർപാസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോ ആണ് കേട്ടോ നമ്മുടെ സൈഡിൽ കാണുന്നത്. പണി പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതപ്പോ പറയാൻ ഉദ്ദേശിച്ച് കളർ. ശരിയാ, കളർ. ഞാൻ പറഞ്ഞു റെഡ് യെല്ലോ ആണെന്ന്. ശരിക്കുള്ള ഓർഡർ എന്താ? അങ്ങനെ റെഡും യെല്ലോയും മാത്രം ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മളിങ്ങനെ ബുക്കുണ്ട്, നല്ല തിരക്കുണ്ട്. നമ്മുടെ മെട്രോയില് തൂണ് ആദ്യം ഒരു പെയിന്റ് ഒക്കെ അടിച്ചു. അതെ, ശ്രദ്ധയില്ല എനിക്ക് ബാംഗ്ലൂരിലെ മെട്രോ കുറച്ചും കൂടെ. പക്ഷെ വൃത്തിയും സെറ്റപ്പും തന്നെയാണ്. ഇത് കുറെയൊക്കെ വൃത്തിയായി തുടങ്ങി. അല്ല, പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അവിടുത്തെ കളർ കോമ്പിനേഷനേക്കാളും ഇഷ്ടമായത് ബാംഗ്ലൂരിലെ കളർ കോമ്പിനേഷൻ. ഒരു രസമുണ്ട് കാണാൻ, ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒരു ഡ്രോയിങ്സ്. നമ്മളങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പക്ക് ഈ റോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി അല്ലേ? എന്നെ പ്രാഗത്തുണ്ടാവും. എന്താണ് 1000 പ്രാവശ്യം പറഞ്ഞത് 6 മണിക്ക് പോകണത്. വ്ളോഗൊക്കെ ഒരു രസല്ലേ? ഇന്ന് എത്രയാണ്? 5000 അല്ല 500 സംതിങ് ആണ് കിലോമീറ്റേഴ്സ്. 570 ആണ്. 570 ആണ് നമ്മുടെ ടാർജറ്റ് ബീജാപൂർക്ക്. ഇന്നലത്തേക്കാളും എത്ര കിലോമീറ്റേഴ്സ് കൂടുതൽ? 10-60 കിലോമീറ്ററാ? ഓക്കെ, ഓൺലി 60 കിലോമീറ്റേഴ്സ്. സിമ്പിൾ. 8 മണിക്കൂറാണ് ഗൂഗിൾ കാണിക്കുന്നത്. അപ്പൊ മണിക്കൂർ എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ വണ്ടി അവിടം വരെ എത്തുവാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഊണ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ. അപ്പൊ 2 മണിക്കൂർ അതിന് വേണ്ടി മാറ്റിവെക്കാം. 10 മണിക്കൂറാണ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഈ ഓവർ ബ്രിഡ്ജും മെട്രോയും ഒക്കെ വന്നപ്പോ
അത് മറ്റേ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കാണല്ലേ. ഏത് ഇതോ? അതില് കയറി ഏതിലെ? അതിലെ പോണം. അതിലെ പോയിട്ട് ഇച്ചിരി കൈ നിവർത്താൻ പറ്റുമോ? അതിലെ പോണം. അതിലെ പോയിട്ട് പോകുന്നത് ഈ മോളിൽ കാണില്ലേ? ഇതല്ലേ ഇപ്പൊ നമ്മള് പോണല്ലേ, അതാണ് എക്സ്പ്രസ് വേ. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് ആ സൈഡില് മെട്രോ, ഈ സൈഡില് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ ചെയ്യുന്നതാണ്. എല്ലാ വണ്ടിയായാലും അതിനകത്ത് ബ്ലോക്ക് തന്നെ. പിന്നെ എക്സിറ്റ് ഇല്ല ഇതിനകത്ത്. ഇത് ഇക്കടല്ലേ? ഓക്കെ. ഇവിടെ ലെഫ്റ്റ് എടുത്തിട്ട് ഡൈവേഴ്ഷൻ ആയിട്ടോ നമ്മള് നേരെ പോയിരുന്നെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്തും. ഇതെന്ന് പറയുന്നത് ഓക്കെ നൈസ് റോഡ്. ഈ ടോള് വരാൻ പോകുന്നുണ്ട് ഒരു 500 മീറ്ററിനുള്ളില്. നൈസ് റോഡ് എന്നാണ് എന്റെ പേര്. അപ്പൊ മിക്കവാറും നൈസ് ആയിരുന്നാ മതി. തുമുക്കൂർ. ഓക്കെ. സോ നമ്മളിതാ റിംഗ് റോഡിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഹൈദരാബാദ്, ബാംഗ്ലൂർ, തുമുക്കൂർ, പൂനെ. നമ്മള് ബാംഗ്ലൂർ പൂനെ റോഡിലേക്ക് എൻട്രി ചെയ്തേക്കുന്നു. നല്ല തിരക്കാണ് റോഡ് അല്ലേ? ഒരു ടെമ്പിൾ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി നമുക്ക് ചിത്രദുർഗയില് ചെന്നിട്ടാണ് തിരിയാനുള്ളത്. ചിത്രദുർഗയൊക്കെ നമ്മള് നേരത്തെ ബദാമിയല്ലേ? ബദാമിയൊക്കെ അല്ല, അതെ നമ്മള് ഹംപി ഒക്കെ നമ്മള് ഫസ്റ്റ് വ്ലോഗ് എന്ന് പറയുന്നത് ഹംപിയാണ്. അപ്പൊ ഹംപിക്ക് പോയപ്പോ തന്നെ ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഒക്കെ ചിത്രദുർഗയാണ്. അപ്പൊ ആ ചിത്രദുർഗ വരെ നമ്മൾ എന്തായാലും ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മള് ബീജാപൂർക്കുള്ള റൂട്ടിലേക്ക് തിരിയും. നമ്മളൊരു പെട്രോൾ അടിച്ചു കിട്ടോ. പെട്രോളിന് 101 രൂപയാണ് ഈ കർണാടകയിൽ വരിക. അപ്പൊ നമ്മളെക്കാളും 5 രൂപ കുറവാണ് ഇവിടെ കേട്ടോ. അപ്പൊ എത്രയാണ്? 2500 25 ലിറ്റർ അല്ലേ അടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അതാ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട് എനിക്ക്. ഇപ്പൊ 8 മണിയൊക്കെ സമയം. നമുക്കിതൊരു ഹോട്ടൽ കണ്ടെത്തണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ അങ്ങനെ കുറച്ചും കൂടെ അതാ ഓടിച്ചു ചെന്നപ്പോഴത്തേക്കും ഹോട്ടൽ കിട്ടിയിട്ടോ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. സോ ഇതാണ് കേട്ടോ ഹോട്ടൽ കാമധേനു. നല്ല വലിപ്പമുള്ള പൂരിയാട്ടോ. നമുക്ക് ഇത് എപ്പോ കഴിച്ചു തീരാനാണോ എന്തോ. സോ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് എന്ന് പറയുമ്പോ പൂരിയാണ് കഴിച്ചത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല വലിയ പൂരിയാണ്. എനിക്ക് 2 എണ്ണത്തിൽ കൂടുതൽ താങ്ങുന്നുണ്ടായിരുന്നില്ല. രുചി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയില്ല. കാരണം ഇന്നലെ ഞങ്ങൾ ശരവണ ഭവൻസിന്നൊക്കെ കഴിച്ച പൂരി സംബന്ധിച്ച് 7 ഒക്കെ തരത്തില്ല എന്നെനിക്ക് തോന്നി. പിന്നെ നമ്മളിവിടെ അങ്ങനെ എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ശരവണ ഭവൻസ് അങ്ങനെ നോക്കാത്തതെന്ന് വെച്ചാല് ഇനി ഇവിടെ കിട്ടുമോന്ന് അറിയത്തില്ലല്ലോ, എന്തൊരു ദൂരം ഉണ്ട് അതറിയത്തില്ല. ലൈക്ക് ഹോട്ടൽ കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങ് കയറി കഴിച്ചതാണ്. അപ്പം ഇനി എന്തായാലും കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. സോ നമുക്ക് ബാക്കി കഴിച്ചിടണം. ഉണ്ടല്ലോ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇത് അമ്മ പറിച്ചു വെച്ചതാട്ടോ. ഇതെന്താ സംഭവം? നമ്മുടെ കേരളത്തില് നമ്മള് ചെറുപ്പത്തിലെ ഇതിന്റെ ഇതെടുത്ത് നമ്മള് കളിച്ചിട്ടുണ്ട്. എന്ത്? കേരളത്തില് നമ്മുടെ ഇതിന്റെ കളറ് ഒരു ലൈറ്റ് ലാവൻഡർ കളറും വൈറ്റും കൂടെ ചേർന്നതാ. അത് തന്നെയാണെന്ന് ഉറപ്പാണോ? അതന്നെ. ഒരു മെഡിസിനും കൂടിയാണ് ഇത്. എനിക്ക് അങ്ങനെ എന്തോ ആണ്, പേര് മറന്നുപോയി. അമ്മ ചെറുപ്പത്തിൽ ഇതും കൊണ്ട് കുറെ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നേ. അതാണ് തോന്നുന്നു കണ്ടിട്ട്, ഇതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. കളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ മറന്നുപോയി ആ കളിയൊക്കെ. മൂക്കാത്തതായതുകൊണ്ടാണോന്ന് അറിയില്ല. ഈ സാധനം എങ്ങനെ ഇട്ട് കളിക്കുമെന്നൊക്കെ ഈ കല്ല് കളിക്കുന്ന പോലെയാ? ഞാൻ മറന്നുപോയത്. എന്തോ കളിക്കുന്നുണ്ടല്ലേ? ഇട്ടിട്ട് എന്തോ കളിക്കണതാണത്. എനിക്ക്
ആണെന്ന് തോന്നുന്നത്. ഓക്കെ, അതാണ് ചെടി കണ്ടാൽ വിടാത്ത അമ്മ. ഓക്കെ, ഇനി നമുക്ക് യാത്ര ചെയ്യാം അല്ലേ. ഇതാ ഇവിടെ മൊത്തം തെങ്ങും തോപ്പാട്ടോ. ഞങ്ങള് കൊറേ കണ്ടിരുന്നു. ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ. പക്ഷെ നേരത്തെ കൊറേ ഉണ്ടായിരുന്നു. അന്നേരം എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്. അതാണ് 2 സൈഡിലും തെങ്ങിൻ തോപ്പാ. ഇപ്പൊ കേരളം എന്താണ് കോക്കനട്ടുകളുടെ സ്റ്റേറ്റിൽ നിന്ന് മാറ്റി ഇതാക്കേണ്ടി വരും. അതുപോലെ തെങ്ങാണ് ഇവിടെ. നമ്മളിപ്പോ വന്ന റോഡുകളെ, അതായത് 544 ആയാലും NH 44 ആയാലും അത് ബാംഗ്ലൂർ വരെ നല്ല സൂപ്പർ റോഡാണ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ടു പൂനെ റോഡാണ് NH 48. അപ്പോൾ അതിലൂടെ നമ്മൾ വന്നു. അതും നല്ല സൂപ്പർ റോഡ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചിത്രദുർഗയിൽ വെച്ചിട്ട് നമ്മൾ നേരെ മറ്റേ ഔറംഗാബാദ് റൂട്ട്, അതായത് ഹോസ്പേട്ട്, ഹംപിയൊക്കെ പോണ റൂട്ട്, ഹോസ്പേട്ട്, സോളാപൂർ, ഔറംഗാബാദ്, അങ്ങനെയുള്ള ആ റൂട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഹോസ്പേട്ട് വരെ വന്നു, എല്ലാം ഓക്കെയാണ്. ഇനി ഹോസ്പേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് അവിടം വരെ ഓക്കെ എന്നതിൻ്റെ അർത്ഥം. നമുക്ക് 21 മൈലേജ്. അതായത് വണ്ടിക്ക് ഇതുവരെ അവിടെ നിന്ന് എടുത്തിട്ട് 21.7 കാണിക്കണേ മൈലേജ് കാണിച്ചുകൊണ്ടിരിക്കണം. അതായത് കമ്പനി പറയുന്നത് 17 പെട്രോൾ വണ്ടി കേട്ടോ, പെട്രോൾ വണ്ടി. നമ്മളങ്ങനെ കൊറേ സഞ്ചരിച്ച് ഹോസ്പേട്ടിന് കുറച്ച് കിലോമീറ്റേഴ്സ് അപ്പുറം നിൽക്കുകയാണ്. ഇവിടെ തുംഗഭദ്ര റിസർവോയർ ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മൾ ഹംപി ഒരു 5-6 വർഷം മുമ്പാണ്. 5-6 വർഷം മുമ്പ് ഹംപി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് വീഡിയോയിലൊക്കെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഹംപിയാണ്. അപ്പോൾ ആ വ്ളോഗിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് തുംഗഭദ്ര റിസർവോയർ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെ വിസിറ്റ് ചെയ്തൊന്നുമില്ല. മറിച്ച് ജസ്റ്റ് ആ ഒരു സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ടേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ ഇന്ന് ആ ഒരു കുറവങ്ങ് നികത്താമെന്ന് വിചാരിച്ച് നമ്മൾ തുംഗഭദ്ര റിസർവോയറിൻ്റെ അകത്താണുള്ളത്. എൻ്റെ പുറകിൽ ഇത് അവിടെ കാണുന്നത് റിസർവോയർ ആണ്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. 20 രൂപയാണ് കേട്ടോ ഈ ഒരു റിസർവോയറിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുംഗഭദ്ര റിസർവോയർ എക്സ്പ്ലോർ ചെയ്യാം. അത് ഏതിലും ഇറക്കാം, അത് ലോക്കൽ കാറ് വന്നായിരുന്നു. ഒരു കാർ കിടപ്പുണ്ടാവും. അവിടെ കാർ വന്ന് നടക്കണ്ടായിരുന്നോ? എങ്ങനെയാണോ എന്തോ അങ്ങോട്ട് പോകുന്നത് വണ്ടി. അവിടെ മറ്റേ മണവേറാണോ എന്തോ ടെമ്പോ തോരണം പിന്നെ വള്ളങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയ റിസർവർ. അത് നമ്മൾ അന്ന് വന്നപ്പോ ഭയങ്കര വെള്ളായിരുന്നില്ലേ അല്ലേ? നമ്മൾ ഇങ്ങോട്ട് കയറിയില്ല. നമ്മളത് അവിടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോയി. നല്ല തിരക്കായിരുന്നു. ഇപ്പൊ അത്ര തിരക്കില്ല. അതെ അതെ, വാട്ടപ്പുറം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ലല്ലോ അല്ലേ? നമ്മളെ പോയ ഭ്രാന്ത്. എവിടെ? ഇതാ അവിടെ എന്തോ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ടോ നിങ്ങള്? അതൊരു കൊട്ടാരോ അങ്ങനെ എന്തോ ആണോ എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് കണ്ടിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെന്താ ഫോർട്ട്? ഫോർട്ട് പോലത്തെ എന്തോ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്താ ഇത്രയും ദൂരത്ത് നമുക്ക് എന്തായാലും അറിയാൻ കഴിയില്ല. സോ നമ്മൾ അങ്ങനെ ഈ ഒരു റിസർവോയറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയൊക്കെ കിട്ടുമെന്ന് അറിയില്ല. ഫുള്ള് വിജനമായിരുന്നു. ചെറിയ ചെറിയ കടകളല്ലാതെ നമുക്കങ്ങനെ ഫുഡ് കഴിക്കാൻ പാകത്തിനൊരു കടയൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ഈ വഴിയിൽ. അപ്പോൾ നമുക്ക് തപ്പി നോക്കണം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്രെഡും ജാമും ഒക്കെ ഉണ്ട്. അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് പോവല്ലേ? ഞാൻ എന്തിനാ ടാറ്റ പറഞ്ഞത്? ഞാൻ റിസർവോയറിനോട് ടാറ്റ പറഞ്ഞത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അതെ അതെ, നമ്മൾ 5 വർഷം മുമ്പ് ഈ തിരക്കത്തേക്കൂടെ തന്നെയാണ് പോയത്.
ഞങ്ങളങ്ങനെ ഹോട്ടൽ അന്വേഷിച്ചതാ ഇവിടെ കയറി കഴിച്ചു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. കുഴപ്പമില്ലാത്ത മീൻസ് ഒരു സാധാരണ കടയിൽ സാധാരണ ഫുഡ്. ഒരു തന്തൂർ റൊട്ടിയും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയാണ് കഴിച്ചത്. കുഴപ്പമുണ്ടായില്ല. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസും ഇല്ല. ഇവിടെ കിട്ടുന്ന കടയിൽ കയറി കഴിക്കാന്നുള്ളതേ ഉള്ളൂ. കട കണ്ടാൽ കയറി കഴിക്കുക. കാരണം പിന്നെ എപ്പോഴാണ് ഒരു കട കിട്ടുക എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ പോകുന്നു കേട്ടോ. പിന്നെ എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്? അതെന്താ മറ്റു സൈഡിൽ വണ്ടി അവരിവിടെ എന്തെങ്കിലും ആവശ്യത്തിന് കയറിയായിരിക്കും. എന്നിട്ട് തിരിച്ച് മറ്റേ കുറെ ചെന്നിട്ട് വേണം തിരിഞ്ഞു വരാൻ. അതിന് പകരമായിട്ട് ഇതിലെ ക്രൂസ് നമ്മള് ശ്രദ്ധിച്ചെന്നില്ല ഈ പണി. ഈ വഴിക്കിടൊക്കെ നമ്മള് 4-5 വർഷം മുമ്പ് ഹംപി ഹംപി അല്ലല്ലോ ഹംപി പോയിട്ട് പിന്നെ ഞങ്ങള് ബദാമിക്ക് പോയായിരുന്നു. അപ്പൊ അന്നേരം ഈ വഴിയാണ് നമ്മള് പോയത്. അപ്പൊ അന്നേരം ഈ റോഡ് എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്? സിംഗിൾ റോഡ്, പക്ഷെ നല്ല റോഡായിരുന്നു. സിംഗിൾ ലൈൻ റോഡ്. അതായത് നമ്മുടെ മറ്റേ പെരുമ്പാവൂരൊക്കെ റോഡില്ലേ, അത്ര തിരക്കില്ലായിരുന്നു, പക്ഷെ അതുപോലത്തെ റോഡായിരുന്നു. ആ റോഡാണ് ഗൈസ്. ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോ വന്ന മാറ്റം നോക്ക്. 4 ലൈൻ 4 ലൈൻ റോഡ്. ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. എന്നാലും ഇത്ര നമുക്ക് ഇത്ര സൗകര്യം. നമ്മൾ അന്ന് സിംഗിൾ റോഡിൽ പണ്ടത്തെ ഒരു സ്റ്റൈലാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ ടൈമിൽ ഓടിയെത്തില്ല. അല്ല നമ്മള് നേരത്തെ പറഞ്ഞ ഹംപി ടു ബദാമി ആയിരുന്നു. അന്ന് നമ്മള് ഹംപിന്ന് 3 മണിക്ക് എടുത്തിട്ട് ബദാമിൽ എത്തുമ്പോൾ 8 രാത്രി. എത്ര ദൂരം ഉണ്ടായിരുന്നു? കൂടി വന്നൊരു 150 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ നമ്മള് വന്നത് എവിടെന്നാ? ബാംഗ്ലൂരിന്നാണ്. ബാംഗ്ലൂരിന്നല്ല, ഹോസൂരിന്നാണ് നമ്മള് വന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തി. അറ്റ്ലീസ്റ്റ് ഇവിടെങ്കിലും എത്തി. അതേ 4 ലൈനിന്റെ ഇതാണ് അല്ലേ? റോഡിൽ വിട്ടു പോരാം. ഇതല്ല കൊറേ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ വർക്ക് ഒത്തിരി നടക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഹൈവേകളൊക്കെ ഉണ്ട്, റെയിൽവേയുടെ ഒക്കെ നടക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ. ഇനി ഇവിടെ കർണാടകയിലേക്ക് പറഞ്ഞാൽ നല്ല സ്ഥലമാണല്ലോ. അതും ഇല്ല. പിന്നെ തരിശുഭൂമിയാണ്. കേരളത്തിന് പോലെയല്ലോ. ഇവിടെയൊക്കെ നോക്കുക, ഇതിന്റെ നടുക്കൊക്കെ എന്ത് രസമായിട്ടാ വെച്ചേക്കുന്നത്. നല്ല പോട്ടെ, നമുക്ക് ലക്കില്ല. പക്ഷെ നല്ല ഫുഡ്, കുഴപ്പമില്ലായിരുന്നു ഫുഡ് കേട്ടോ. മോശം പറയാൻ പറ്റത്തില്ല. പിന്നെ ചൂടായിരുന്നു എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം മാത്രമല്ല. അത് പിന്നെ അതാ ഞാൻ പറഞ്ഞത്. റോഡിൽ നിന്നൊക്കെ മാറി നമ്മള് കുഷ്ടകി ചെന്നിട്ട് തിരിഞ്ഞു പോയേ. എങ്ങോട്ട്? ബദാമിക്ക്. അവിടെ നിന്നാണോ തിരിഞ്ഞു പോയേ? ആ റോട്ടിൽ കൂടെ പോയത് നമ്മള്? അതിലായിരിക്കാം. നമുക്കിപ്പോ കണ്ടാ മനസ്സിലാവില്ലല്ലോ. കുഷ്ടകി എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ് ആ വഴി കാണിക്കണേ. ഈ ഗണ്ണർ റോഡായിരിക്കാം. അതല്ലേ പറഞ്ഞ അന്ന് നമ്മൾ ഭയങ്കര പാടുവിട്ടതിലേക്ക് പോയി വിട്ടത്. രാത്രി പേടിച്ച്. അതല്ലേ രാത്രി ഭയങ്കര കൺജസ്റ്റഡ് റോഡായിരുന്നു. പിന്നെ ആരും ഇല്ലാത്തൊരു ഇതിലൂടെയൊക്കെയാണ് നമ്മള് ബദാമിയിൽ എത്തിയത്. എങ്ങനെ എത്തിയെന്ന് പറയാം. എന്ത് രസം റോഡൊക്കെ. എന്നാലും ആ റോഡാണ് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മള് മാത്രല്ല റോഡ് വളർന്നു. ഇനി നമുക്ക് 135 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ പറയുന്ന ബീജാപൂരിലേക്ക്. സോറി, ബീജാപൂരിലേക്ക്. വിജയപുര ബീജാപൂരല്ല രസം. പക്ഷെ ഓക്കെ. അന്ന് ബദാമി ഞങ്ങൾ വന്നപ്പോ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീജാപൂര് പോവാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔറംഗാബാദിന് ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ സമയത്ത് നമുക്ക് ബീജാപൂർ കൂടി അതൊക്കെ കണ്ടിട്ട് പോവാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്ലാൻ ഇപ്പോഴാണ് പക്ഷെ നമ്മള് നടത്തിക്കൊണ്ട് പോകുന്നു അല്ലേ. 4 വർഷം. എന്റെ ഫസ്റ്റ് വ്ളോഗ് വരുന്നത് ഈ ഹംപി ബദാമിയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസസ് ആണ്. കാരണം നമ്മള് ഫസ്റ്റ് വ്ളോഗ് എടുത്തത് ഒക്കെ അതാണല്ലോ.
എന്തായാലും നമുക്ക് യാത്ര ചെയ്യാം. അടുത്ത സൈഡിലുള്ള നമ്മൾ പൊക്കോണ്ടിരുന്ന റോഡ് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പൊ ഇതേ നമ്മള് ഓപ്പോസിറ്റ് വണ്ടി റോങ് സൈഡുള്ള വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിംഗിൾ റോഡായല്ലേ, സിംഗിൾ റോഡായി. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഹനുമാൻ കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതാ പോന്നോണ്ടിരിക്കാണ്. ഇപ്പൊ സമയം എത്രയായി? 3 മണിയായോ? 3:15 ആയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഓവർടേക്കാനൊക്കെ പറ്റത്തില്ല അല്ലേ, അതൊരു കഷ്ടമാണ്. പക്ഷെ അവിടെ എന്തിനാണ് ഇതാണ് നമ്മൾ പോയേണ്ടിയിരുന്ന റോഡ്. ദാ കാണുന്ന മൊത്തം ചോളമാണ് കേട്ടോ. ഇവിടെ മൊത്തം ചോളം കൃഷിയാന്ന് തോന്നുന്നു. ചോളം ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. നല്ല രസമുണ്ട്. നല്ല വെയിലാണ്, അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് കാണാമായിരുന്നു. ബട്ട് നല്ല വെയിലാണ്. സോ ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ കണ്ട് തൃപ്തി അണയാന്ന് വിചാരിക്കുന്നു. നമ്മൾ രാവിലെ ഒരു വെള്ള കാണിച്ചില്ലേ, അതിൻ്റെ ഒരു വയലറ്റും ലാവൻഡർ കളർ കൂടെയുള്ള നമ്മുടെ കേരളത്തിൽ കാണുന്ന എരുക്ക്, പക്ഷെ അതിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. ബീജാപൂരിലെത്തിയിരിക്കുന്നു ഗായ്സ്. സോ നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് അവസാനം ബീജാപൂർ എത്തിയിട്ടോ. 5:30 തന്നെ എത്തി. അത് എന്താണ് പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു 8 മണിയൊക്കെ എത്തുമ്പോൾ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും നേരത്തെ എത്തി. ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, നമുക്ക് തിരക്കൊന്നും ഇല്ലാത്ത റോഡൊക്കെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ എത്തി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. എൻ്റെ പുറകെ കാണുന്ന ഹോട്ടലാണ്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ, അറിയാതിരിക്കാൻ വയ്യ. അതിന് പാർക്കിംഗ് സൗകര്യമുണ്ട്. പുറകെ കാണുന്നത് നമ്മുടെ കീയാണ്, ലഗേജ് എടുത്ത് വയ്ക്കാനായിട്ട് അവിടെ കൊണ്ട് ഇട്ടേക്കാണ് നമ്മൾ. പക്ഷെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാം കൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ആംബിയൻസ് പറയുന്നത്. നല്ല ഭംഗിയില്ല, നല്ല ഫുള്ള് ഗ്രീനറിയാണ്. അടിപൊളി പ്ലേസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ബീജാപ്പൂർ ടൗണൊക്കെ വരുമ്പോഴാണെങ്കിലും കുറച്ച് കൺസ്റ്ററാണ് അതേ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മളെ വെൽക്കം ചെയ്തത് തന്നെ ഒരു ഗേറ്റാണ്. അപ്പം എന്തായാലും നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ട് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ലൈക്ക് ടൗൺ ഒന്ന് നടന്ന് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. KSTTCയിലാട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചു. നല്ല രസമില്ലേ ഈ ഒരു ആംബിയൻസ്? നോക്ക്, എന്ത് രസമാണ്. പാർക്കിംഗ് സൗകര്യമുണ്ട്, എല്ലാം കൊണ്ടും വണ്ടർഫുൾ പ്ലേസ്. നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം അല്ലേ. ഈ റൂം നോക്കാം നമുക്ക് എങ്ങനെയാണ് റൂമിന് അല്ലേ. നല്ലതാണ്, എനിക്കിഷ്ടമായി. അത് ഇപ്പോഴേ നോക്കണോ? ഇതാണ് കേട്ടോ ലോബി. നമ്മുടെ റൂം തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. വാവ്, ഗ്രേറ്റ്, അടിപൊളി മാഷേ, അടിപൊളി, സൂപ്പർ. എന്താ പീരങ്കിയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കോറിഡോർ നോക്ക്, നല്ല രസമുണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ റൂം. എന്ത് രസമാണ് നോക്കി. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് അവിടെയാണ് നമ്മുടെ റൂമുള്ളത്. ബട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. അവരെന്തൊരു ക്ലീനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്, എന്തൊരു രസമായിട്ടാണ്. അത് KSTTCയുടെ ആണെന്ന് നോക്കണം, അത് ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് നോക്കണം. എന്നിട്ടാണ് ഇത്രയും നീറ്റായിട്ടും ഇത്രയും ഭംഗിയായിട്ടും ചെയ്തേക്കുന്നത്. വണ്ടർഫുൾ മീൻസ് വണ്ടർഫുൾ. ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം. സൂപ്പർ അല്ലേ, അടിപൊളി സൈസല്ലേ? അല്ലേ, നല്ലതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമുക്ക് റൂം കാണാം. പക്ഷെ ഇതാണ് നമ്മുടെ വാതിൽ. ആൻഡ് ദിസ് ഈസ് അവർ റൂം. പിന്നെ നമുക്കിവിടെ TV ഉണ്ട്, AC ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഡ്രസ്സിങ് ഏരിയ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ്. ആൻഡ് ദ മോസ്റ്റ് ഹൈലൈറ്റ് ഇസ് ബാത്റൂം. ഞങ്ങളുടെ ബാത്റൂം കാണിക്കാറില്ല, ബട്ട് നോക്ക്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡോഴ്സാണ്. കണ്ടോ,
സി. സോ അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാത്റൂം കാണിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കാറില്ലല്ലോ. അപ്പം എന്താണ് എൻ്റെ ഫേവറേറ്റ് സാധനം എന്ന് പറയുന്നത് ഔട്ട്സൈഡാണ്. ഇറ്റ്സ് ജസ്റ്റ് സ്റ്റോൾ മൈ ഹാർട്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നല്ല രസം. ഈവനിങ് കൂടെ ആയതുകൊണ്ടായിരിക്കും നല്ല ഭംഗി. ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ബ്രെഡ് റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ബ്രെഡ് റോസ്റ്റ് വന്നു, നമുക്ക് കഴിക്കാം. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് ആ റൂമിലേക്ക് നടക്കുകയാണെങ്കിൽ പയ്യെ ഫ്രഷനപ്പ് ആവണം. എന്നിട്ട് എന്താണ് നാളത്തെ സ്ഥലങ്ങൾ പോകാനുള്ളതൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ഇവിടെ ചുരുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.